നീ ജസ്റ്റ് വെയിറ്റ് ഒക്കെ ഒന്ന് കുറച്ച് ഒരു 24 വയസ്സുകാരനാകുന്നൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പറ്റുമോ എന്നുള്ളൊരു സാധനം ചോദിച്ചു. അപ്പം സിനിമയുടെ കഥാപാത്രത്തിനല്ല, എനിക്ക് എൻ്റെ ഒരു ഏജ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. അപ്പം ഞാൻ എന്നിട്ട് അന്ന് തൊട്ട് ഭക്ഷണക്രമങ്ങളെല്ലാം മാറ്റി ഡയറ്റിങ്ങും പരിപാടിയെല്ലാം പിടിച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് വിൻഡോയ്ക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ 10 വയസ്സ് കൂടി. ഒരുപാട് ഇങ്ങനെ തമാശകളും പൊട്ടത്തരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. തമാശ പറയുന്ന പോലെ തന്നെ തിരിച്ച് തമാശ പറയുമ്പോ നല്ല തമാശയായിരിക്കണം, അല്ലെങ്കിൽ ധ്യാനം നശിപ്പിച്ചു കളയും നമ്മള്. കൗണ്ടർ അടിച്ചു അതായത് നിലവാരം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം സംസാരിക്കാറില്ല. അല്ല വെറൈറ്റി ആയിട്ട് ചേച്ചി കേട്ടെ. ഞാൻ വയസ്സനോ? ഞാനിവിടെ ഒരു സിഗരറ്റെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ ഒരു സ്റ്റൈലില് അങ്ങനെ അങ്ങ് വിചാരിക്കുക മനസ്സിൽ. തകർന്നോ എന്റെ ജീവിതം? 20 കൊല്ലം മുമ്പ് നോക്കിയതാ. എവിടുന്നായിരുന്നു വർഷങ്ങൾക്ക് ശേഷം മനസ്സിൽ കൂടാൻ കാരണം? ഞങ്ങൾ ആ ക്യാരക്ടർ മാത്രം, നമ്മളെന്താണോ ആ സാധനം എന്താണ് അത് രാവിലെ ഡയറക്ടർ പറയും. എന്റെ മനസ്സിൽ ഇവനേക്കാൾ നന്നായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് എനിക്ക് പറ്റിയിട്ടില്ല. ക്യൂ പറയുമ്പോ അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞാലും മതി, ക്യൂ അതിന്റെ റിയാക്ഷൻ വെച്ചാണ്. ആ ക്യൂ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും. ഒരു ആർട്ടിസ്റ്റ് പറയുമ്പോൾ അതിന്റെ ഒരു സംഭവം നമ്മുടെ മോഡുലേഷൻ, ഈ ക്യാരക്ടറിന്റെ തന്നെ മോഡുലേഷനിൽ പറയാൻ പറ്റുമല്ലോ. അപ്പൊ അതിന്റെ ക്യൂ ഒക്കെ നമ്മൾ എടുത്ത് പറയാം. അതൊക്കെ ഒരു രസമാണെന്നേ. ഞാൻ ആദ്യം ഓർത്ത് പുറത്താരോ കാണാൻ വന്നിരിക്കുന്നുണ്ട് ഇറങ്ങാതെ. To put an end to this. അല്ലാണ്ട് എനിക്ക് ഐ ഹാവ് നോ പാഷൻ ഫോർ ആക്ടിങ്, ഐ ഹാവ് നോ പാഷൻ ഇൻ ഫിലിംസ്. മൈ ഫാദർ നോസ് ഇറ്റ് ഓൾ. പുള്ളിക്കെല്ലാം അറിയാം. പുള്ളിക്കറിയാം എനിക്ക് സിനിമയോട് യാതൊരു താല്പര്യമില്ല. പക്ഷെ കാരണം ഞാൻ പുള്ളിനോട് എനിക്ക് സിനിമയിൽ വരണം ആഗ്രഹം എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ പുള്ളി അടിച്ചു പുറത്താക്കി. അപ്പം ഇനി എപ്പോഴാ നമുക്ക് ഒരു ചിരി ഇരുചിരി വെമ്പർച്ചിലിയിലേക്ക് കാണാൻ പറ്റുക? അവിടെ ചെന്നാ കാണാൻ പറ്റും. എടാ അങ്ങനെയല്ല. ഈ ഇരിക്കുന്ന പെൺപടകളെ കണ്ടോ? കണ്ടു. അതിന്റെ ബാക്കിലും കുറച്ച് ആൺപടകളും ഇരിപ്പുണ്ട്. പക്ഷെ റേഷ്യോ കൂടുതൽ പെണ്ണുങ്ങളാണ്. ഈ പെണ്ണുങ്ങളോട് നേരിട്ട് ഇവിടെ നിന്ന് ഏറ്റുമുട്ടാൻ ധൈര്യമുണ്ടോ? ഇല്ല, എനിക്ക് അതിന്റെ ഇടയിൽ പോയിരുന്ന് ഏറ്റുമുട്ടണം. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഓഡിയൻസ്, അല്ലാതെ വില്ലനെ കണ്ട് അടിക്കുന്ന ഓഡിയൻസ് ഒന്നും കേരളത്തിലില്ല. അത് തമിഴ്നാട്ടിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഇഷ്ക് കഴിഞ്ഞിട്ട് ലൈറ്റ് പടം തീർന്നിട്ട് ലൈറ്റ് കൊണ്ട് വന്നപ്പോ അടുത്തിരിക്കുന്ന ചേച്ചി നന്നായിരുന്നു. ഇപ്പൊ പോസ്റ്ററുകളും എല്ലാം നിറഞ്ഞ ടൊവിനോയാണ്. അതുപോലെ തന്നെ ഇപ്പം മായാനദിയായി നമ്മളെല്ലാം കൊണ്ടുപോയിട്ട് ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഒരു ഗോഡ് ഫാദർ പോലും ഇല്ലാതെ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാളാണ്. ഓക്കെ, അങ്ങനെ വന്ന ഒരാള് ഇപ്പൊ എല്ലായിടത്തും നിറഞ്ഞു വെക്കുമ്പോ എന്താ തോന്നുന്നു? ഗോഡ് ഫാദർ ഒന്നും വേണ്ട, ഒരു ഫാദർ ഉണ്ടായാൽ മതി. സൈജു കുറുപ്പിന്റെ അവസ്ഥ ഭയങ്കര വല്ലാത്ത അവസ്ഥയാണ് സിനിമയ്ക്കകത്ത്. സൈജുവിന്റെ കാര്യത്തിൽ ജെറ്റ നല്ല ക്ലൂ ആണ് ഇത്. തലയിൽ വെക്കുന്ന ഒരു സാധനം. പൊട്ടപ്പനയിലെ ഋതിക് റോഷനാണോ? അല്ലെ അത് തന്നെ സത്യമായിട്ടില്ലേ. വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ണം കുറക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ സ്വന്തം അനിയൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ചായിരുന്നു. ധ്യാൻ ആക്ച്വലി തിരക്ക് വേണ്ടിട്ട് ഭയങ്കര വണ്ണം കുറച്ചിട്ടുണ്ട്. തിരക്ക് മുമ്പ് ധ്യാനിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ഒരേ ഒരു തവണ ആകെ ചേട്ടൻ പറഞ്ഞോളൂ കുറച്ച് വണ്ണം കുറച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞോളൂ എന്ന് ഞാൻ അറിഞ്ഞു. വല്ലപ്പോഴും ഓടുന്ന ഒരു പടത്തിൽ വണ്ണം കുറച്ചിട്ട് എന്നെ കണ്ടത് ഓർമ്മല്ല.
നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചോ അന്ന് ആദ്യമായി കാണുന്നത്? എന്തൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ എനിക്കും ആഗ്രഹമുണ്ട്. അന്നെന്താ ഇന്ന് ബെഡിൽ ഇരിക്കാനൊക്കെ പറഞ്ഞേ. കിടക്കാനല്ലോ. അങ്ങനെ നല്ല ആളാ. പക്ഷെ ബിബിനെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇത്രയും സുന്ദരികളുടെ ഇടയിൽ വിഷ്ണു കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ കണ്ടിട്ടുള്ളൂ. വിശാലമായ പ്രദേശങ്ങളിൽ കഞ്ചാവ് കൃഷി നടക്കുന്നു. പക്ഷേ ഇപ്പോൾ സീസണല്ല, നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും ഈ കഞ്ചാവ് പൂത്തുലയുന്ന സമയമാണ്. ഈ ആദിവാസികൾക്ക് മാത്രമേ ഈ കഞ്ചാവിൻ്റെ കൃഷി രീതികളൊക്കെ അറിയത്തുള്ളൂ. കാരണം ഇത് ആൺചെടിയും പെൺചെടിയും വളരും. ഇതിൽ പെൺചെടി മാത്രമേ വളർത്താൻ പാടുള്ളൂ. ആൺചെടി പൂർണ്ണമായും നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ ആ കഞ്ചാവ് പരാഗണം നടക്കാനുള്ള സാധ്യതയുണ്ട്. പരാഗണം നടന്നാൽ അത് ഉപയോഗിക്കാൻ കൊള്ളാത്ത കഞ്ചാവായിട്ട് തീരും. ആ കഞ്ചാവ് പൂക്കളാണ് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ, നമുക്കല്ല. ഇനിയും എനിക്കും പ്രേക്ഷകർക്കും ചോദിക്കാനുള്ള വലിയ ഒരു ആഗ്രഹവും ചോദ്യം കൂടിയാണ്. സാറിന്റെ ഒരു വിവാഹം നമുക്ക് കാണാൻ പറ്റുമോ? ഉടനെ ഞങ്ങൾക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റും? ഒന്ന് കണ്ടാൽ മതിയോ? ഈ തലകൊട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോ ഇഷ്ടം തോന്നാറുണ്ട്. അപ്പം എനിക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം ജയ്ഷേട്ടൻ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മമ്മൂക്ക സ്റ്റേജിൻ്റെ ബാക്കിലിരിക്കുകയാണ്. അപ്പം ഏട്ടൻ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ വൈഫിനെ താങ്കളെ ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനെന്താ വിളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോൾ എണീറ്റ് നിന്നിട്ട്, ഞാനൊന്നുമല്ല, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്ന മമ്മൂക്കയാണ് എൻ്റെ മനസ്സിലുള്ള മമ്മൂക്ക. അദ്ദേഹത്തിന് എത്ര ജാടയാണ് എന്ന് വെച്ചിട്ട് ഇപ്പൊ ലൊക്കേഷനിലൊക്കെ ചെന്ന് പ്രായത്തെ ബഹുമാനിച്ചായിരിക്കും. ഭയങ്കര ഒരു അപ്രീഷിയേറ്റീവ് ആണ്. ബിക്കോസ് ഐ വാസ് ഓബിയസ്ലി നെർവസ് ഗോയിങ് ഇൻ ടു ഈ മലയാളം ഭാഷ അത്രയും മനസ്സിലാവുമല്ലാത്തതുകൊണ്ട് പച്ച മലയാളം പോലെ ഇങ്ങനെ വീട്ടിലൊക്കെ സംസാരിക്കുന്ന കളർ കാണോ ഭാഷയുടെ? അല്ല, പച്ച മലയാളം ഡിസ്ക്രിപ്ഷൻ. എന്താ ഷാജിബാബ് അങ്ങനെ ഇരിക്കണേ? ഈ കൊച്ചിന്റെ സൗന്ദര്യം നോക്കിയിരുന്നു പോയതാ. അത് ശരി, എനിക്കും തോന്നി വന്നപ്പോ തൊട്ട് നോക്കണം. നിങ്ങൾ രണ്ടുപേരും ഹാപ്പി അല്ലേ? ഞാൻ അല്ലാണ്ട് ഹാപ്പിയാണ്. അതെന്താ കഥ? കാരണം ഇങ്ങനെ തന്നെ ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചേട്ടൻ നിങ്ങളെയൊക്കെ മക്കളായിട്ട് ഉണ്ടാക്കണ രണ്ട് ആൺകുട്ടികളാ, അതിന്റെ അതെ. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞു. ഇന്നലെ വന്നവരെ പോലെയല്ല. ഇന്നലെ അർജുനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അവൻ മക്കളായിട്ട് കാണൂല. അല്ല, പാട്ടുപാടിയ രണ്ട് പടങ്ങൾ പേര് സൗണ്ട് തോമ. വെരി ഗുഡ്. അടുത്തത് എനിക്കറിയില്ല. ഹിറ്റ് പാട്ടുണ്ട്, ഹിറ്റ് പാട്ട്. തിളക്കം. ആ പാട്ട് രണ്ട് വരി പാടിക്കുന്നത്.